അപ്പോൾ ഏവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എവിടെ ഉള്ളതെന്നുള്ളത് കഴിഞ്ഞ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം. ഞങ്ങളിപ്പോൾ നെട്ടയിലാണ് ഉള്ളത്. നെട്ടയിൽ നിന്ന് ഞങ്ങൾ വീണ്ടും ഫർദർ തമിഴ്നാടോട്ട് പോവുകയാണ്. ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ പോയിട്ട് ലെഫ്റ്റ് എടുത്ത് നാലഞ്ചോല, പത്തുകാണി, അമ്പൂരി, അങ്ങനെ നെയ്യാർ ഡാം പോകാൻ റൂട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഈ നെട്ടയിൽ കാണുന്ന ഈ ചിറ്റാർ ഡാം റിസർവോയറിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് നമുക്ക് ആ റൂട്ട് പോകുന്നത്. അപ്പോൾ അത് അതിഭയങ്കരമായ പ്രകൃതി ഭംഗിയുള്ള ഒരു റൂട്ടാണ്. ഇതിനേക്കാളും കുറെ കൂടെ ഗ്രാമീണവും കുറച്ചും കൂടെ കാടിനോടടുത്ത ഒരു ഏരിയ ആണത്. അപ്പം അതുവഴി ഉള്ള മനോഹരമായ കാഴ്ചകളെ കണ്ട് നമുക്ക് പോവാം. നമ്മളിപ്പോൾ ഈ എത്തിക്കൊണ്ടിരിക്കുന്നത് കളിയൽ ജംഗ്ഷനാണ്. കളിയൽ ഇവിടെ നിന്നൊരു 2 കിലോമീറ്റർ ഒക്കെ വരുള്ളൂ തൃപ്പരപ്പ് വാട്ടർഫോൾസ്. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോകണം. പക്ഷെ അതിന് മുന്നേ ഇവിടെ എവിടെയെങ്കിലും ഫ്യൂവൽ പമ്പ് ഉണ്ടെങ്കിലേ നമുക്കൊന്ന് ഡീസൽ അടിച്ചിട്ട് പോവായിരുന്നു. നമ്മളിപ്പോ കണ്ട ജംഗ്ഷനിൽ നിന്ന് നമ്മൾ റൈറ്റ് എടുത്തു, കാരണം നമുക്ക് ഫ്യൂവൽ അടിക്കണം. ഇങ്ങോട്ട് അവിടെ ജംഗ്ഷനിൽ ചോദിച്ചപ്പോ ഇങ്ങോട്ട് അതായി. ജംഗ്ഷനിൽ നിന്ന് ഒരു 200 മീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പമ്പ് കിട്ടി, ഡീസൽ അടിച്ചിട്ട് പോയി. ഇവിടെ എന്തായാലും വില കുറവായിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ ഈ ലെഫ്റ്റിൽ കാണുന്ന റോഡിൽ നിന്നാണ് നെട്ടയിൽ നിന്ന് നമ്മൾ വന്നത്. എന്നിട്ട് നമ്മൾ ഫ്യൂവൽ അടിക്കാൻ പോയിട്ട് തിരിച്ച് നമുക്കടിനി ഇവിടെ നിന്ന് 6 കാണി കണ്ട 6 കാണി ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്. പേച്ചിപ്പാറ ഡാമിൽ പോണ റോഡാണ്. പേച്ചിപ്പാറ ഡാം അവിടെ നിന്ന് വീണ്ടും ഫർദർ പോയി കഴിഞ്ഞാൽ ഈ കോതയാർ ഒരു സ്ഥലമുണ്ട്. അവിടെ ഡാം ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കൃത്യമായിട്ട്. കാടാണത്. കാട് അതിനകത്ത് അവിടെ മറ്റേ പക്ഷെ ഫോറസ്റ്റിന്റെ പാസ് കിട്ടും. നമ്മൾ ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ ആ പാസ് എടുത്ത് കയറി പോണം. അവിടെ 1-2 വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് നമുക്ക് വേറെ ദിവസം അതുവഴി പോവാം. അതിന്റെ അപ്പുറത്തെ സൈഡ് കോതയാറിന്റെ കോതയാർ വരെ ചെന്ന് ഈ റോഡ് ചെന്ന് നിൽക്കും. അത് കഴിഞ്ഞ് കാടാണ്. അപ്പം കോതയാറിന്റെ അപ്പുറത്തെ സൈഡിലാണ് ഇന്നാള് മറ്റേ അരിക്കൊമ്പനെയൊക്കെ ഇറക്കി വിട്ടത് ഇവര്. ആനയില്ലേ, ആന ഇവിടെ ഈ കാട്ടിനകത്താണ് ഇപ്പൊ ഉള്ളത്. അവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററോളം ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ താണ്ട അവിടെ ബോർഡ് വെച്ചിരിക്കുന്നതാണ്ട പേച്ചിപ്പാറ 8 കിലോമീറ്റർ, കോതയാർ 22 കിലോമീറ്റർ. അതാണ് പേച്ചിപ്പാറ ഡാം. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റാണ് നമുക്ക് പോകാനുള്ളത്. അപ്പൊ ആ റൂട്ട് പോയി കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് കാണുന്ന റോഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് പേച്ചിപ്പാറ ഡാമിലെത്താം. അവിടെ നിന്ന് വീണ്ടും ഫർദർ പോയി കഴിഞ്ഞാൽ കോതയാർക്ക് എത്താൻ പറ്റും. അപ്പൊ ഇതാണ് നമുക്ക് ഇന്ന് പോകാനുള്ള റൂട്ട്. ഞാൻ ഈ റൂട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. അമ്മുവാ ഞാനും ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ ഒത്തിരി പള്ളികളുണ്ട് കേട്ടാ. ഇവിടെ ഇപ്പം 2-3 എണ്ണം കണ്ടല്ലേ. അയ്യോ, പ്രകൃതിയൊക്കെ കണ്ടോണ്ടിരിക്കണ. പ്രകൃതി രമണീയമായ സ്ഥലം വന്നുകൊണ്ടിരിക്കണതേ ഉള്ളു കേട്ടാ അമ്മു. നല്ല കാമായിട്ടുള്ള സ്ഥലം, കാമായിട്ടുള്ള റോഡ്, അധികം ട്രാഫിക് ഇല്ല. ആടിപ്പൊളി. വീഡിയോയിൽ അത്ര നന്നായിട്ട് കിട്ടുന്നില്ല. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോ കിട്ടുമായിരിക്കും. നല്ല വ്യൂ വരുന്നുണ്ടോ ഇപ്പൊ? അടിപൊളി. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരു സന്തോഷമല്ലേ ഇതൊക്കെ കാണുമ്പോ. നമ്മളത് നല്ല പൊക്കത്തിൽ നിന്ന് വന്നപ്പോഴേ നല്ല വ്യൂ ആയിരുന്നു. അതെ അതെ. ഈ നോക്ക്, ഇത് കാറ്റാടി മരമാണ്. അത് അല്ലല്ലേ? അല്ല, വേറൊന്നും മരമാണ്. പക്ഷെ നല്ല രസമുണ്ട് നട്ടിരിക്കുന്നത്. ബോർഡർ നോക്കിയിട്ടേ, ബോർഡർ അല്ല, ആ വഴിയുടെ സൈഡിൽ നട്ടിരിക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ട്. റൈറ്റ് സൈഡ് ഫുള്ള് റബ്ബർ, ലെഫ്റ്റ് സൈഡ് ഫുള്ള് തെങ്ങ്, നടുക്ക് നല്ല റോഡ്. ഇല്ലേ, നല്ല രസമുണ്ട്. അടിപൊളി റൂട്ട്. ഇവിടെ കണ്ട ഇവര് ഇതിന്റെ ഇടവിളയായിട്ട് പൈനാപ്പിൾ കൃഷി ചെയ്തിരിക്കുന്നതാ. ഡാമാണ്. ഈ ഡാമിന്റെ ഒരു ഏരിയ ആണ്. നമ്മൾ നേരത്തെ ആ നെട്ട ഡാമിന്റെ സൈഡിൽ കൂടെ വന്നില്ലേ, അതിന്റെ ഇപ്പുറത്തെ സൈഡാണിത്. ആലഞ്ചോല എന്ന് പറഞ്ഞ സ്ഥലമാണിത്. നല്ല രസമുണ്ട്. ഇവിടെ വണ്ടികളും കുറവാണല്ലേ? വണ്ടികൾ കുറവാണ്, കാരണം ഇത് മറ്റേ മെയിൻ റൂട്ടൊന്നും അല്ലല്ലോ. ഓ സൂപ്പർ, അടിപൊളി വ്യൂ. ഇതൊക്കെ സഹ്യപർവ്വതത്തിന്റെ ഭാഗമാണ് കേട്ടാ. നമ്മൾ ഈ ഫ്രണ്ടിൽ കാറ്റാടി മരമാണ്. ഇത് കാറ്റാടി മരമാണ്. ഇവിടെ ഇതുണ്ട് പൈനാപ്പിൾ. പൈനാപ്പിൾ ഉണ്ട്. അതിന്റെ ഇടയിൽ തെങ്ങിന്റെ ഇടവിളയായിട്ട് ഒരു പൈനാപ്പിൾ കൃഷി ഇഷ്ടം പോലെ ചെയ്യണുണ്ട്. അവിടെ അങ്ങോട്ടൊക്കെ ഉള്ള വ്യൂ കണ്ട അടിപൊളി വ്യൂ.
ഇവിടെ റോഡ് കണ്ട കോൺക്രീറ്റ് റോഡാണ് ഇവിടെ എത്തിയപ്പോ. വാവ്, കോൺക്രീറ്റ് റോഡ്. കാരണം ഈ മരങ്ങൾ ഇത്രയും നിക്കണോണ്ടേ ഈ ടാറ് കിടക്കൂലായിരിക്കും. ഇത് ഭയങ്കര രസം കേട്ടാ ഇവിടെ നോക്ക്. ചെറിയ റോഡ്, മരങ്ങളെല്ലാം ഭയങ്കര കാമായിട്ടുള്ള ഇഡിലെ റൂട്ട്. നമുക്കൊരു 40 കിലോമീറ്റർ സ്പീഡിൽ ഇതാകണ്ട കറക്റ്റ്. ഞാൻ 40-ലാണ് പോണത്. 40-ൽ ഇങ്ങനെ ക്രൂസ് ചെയ്യാൻ പറ്റിയ റൂട്ട്. അതെ അല്ലെ, എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഉള്ളതിനേക്കാളും നമ്മൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് ഇത്രയും അടുത്താണ്. 50 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ ഈ സ്ഥലത്തൊക്കെ എത്താൻ. ഞാനും ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്. പക്ഷെ ഞാനിങ്ങനെ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് അവിടെ അതിനേക്കാളും മനോഹരമായിരിക്കും ഈ റൂട്ട് എന്നുള്ള ഒരു കണക്കൂട്ടലിലാണ് ഞാൻ ഇങ്ങോട്ട് പോകും. അടിപൊളി സ്ഥലമല്ലേ? അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നമ്മളിപ്പം എപ്പോഴും അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണത് നമുക്ക് അത്രയ്ക്ക് ഒരു ഫീല് കിട്ടണം, നല്ലൊരു ഫീല്, സന്തോഷം തോന്നുന്നു. അതുകൊണ്ടാണ് ഈ അടിപൊളി അടിപൊളി എന്ന് പറയുന്നത്. അമ്മേ എന്താണ് അമ്മന് ഉറക്കം വരുന്നത്? ഇപ്പൊ ഉറങ്ങുന്നില്ല അവള്. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് അവളിങ്ങനെ ഇരിക്കും. ഇത് ചിറ്റാർ കനാലാണ്. ഈ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലോട്ട് പോണത് കണ്ട. അവിടെ നോക്ക്, റൈറ്റ് സൈഡിൽ കണ്ട കാച്ച്മെന്റ് ഏരിയ അടിപൊളി കേട്ടാ. എനിക്ക് തോന്നേ ഇത് ചിറ്റാർ, ഇവിടെ 2 ഡാമുണ്ട്. ചിറ്റാർ 1ഉം ചിറ്റാർ 2ഉം അങ്ങനെ 2 ഡാമും കണ്ട് ഇവിടെ ഉണ്ട്. അപ്പൊ അതിൽ ഒന്നിന്ന് അടുത്തതിലോട്ട് വെള്ളം ഇങ്ങനെ പാസ് ചെയ്യാൻ വേണ്ടിട്ടുള്ള കനാലാണെന്നാണ് തോന്നുന്നത്. നമ്മുടെ ഇപ്പുറത്തെ സൈഡ് എത്തിയ പോലെ അല്ലേ? അതിന്റെ കനാലിന്റെ ഇപ്പുറ സൈഡ് ഈ കാച്ച്മെന്റ് ഏരിയ തന്നെയാണ് നമ്മൾ പോണത്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ അടുപ്പിച്ചുണ്ടേ നമുക്ക് ഇങ്ങനത്തെ റൂട്ട്. 15-17 കിലോമീറ്റർ ഉണ്ട്. അത് ഫുൾ ഇതുപോലത്തെ റൂട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ എന്നാ രസമാണ് നോക്ക്. അതായത് ഞാൻ ഇതുപോലത്തെ ഒരു റൂട്ട് ഡ്രൈവ് ചെയ്തിട്ട് ഒത്തിരി കാലമായി കേട്ടാ. എനിക്ക് തോന്നുന്നു നമ്മൾ ലാസ്റ്റ് പോയത് അച്ചൻകോവിൽ ആ റൂട്ട്, അച്ചൻകോവിൽ റൂട്ട്. അതെ അതെ അതെ, അതിന്റെയൊക്കെ ഒരു ഫീൽ ഉണ്ട്. പക്ഷെ ആ റോഡ് കുറെ കൂടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവായിരുന്നു. ഇത് നല്ല കണ്ടീഷൻ റോഡാണ്. നമുക്ക് ഒന്നും നോക്കണ്ട, നല്ല നല്ല ക്ലീൻ ടാറിങ്. എപ്പോഴും ഇങ്ങനെ ടാറിങ് ആയിരിക്കണമെന്നില്ല, പക്ഷെ ഇപ്പം നല്ല അടിപൊളി ടാറിങ്. ഇവിടെ നിറയെ കുരങ്ങന്മാരുണ്ട് കേട്ടോ. ഉണ്ട്. ഇപ്പം കുറച്ചപ്പുറത്ത് ഒരു 10 രൂപ ഇരിക്കുന്നതാണ്. ഇവിടെയുള്ള ആളുകൾക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. അവിടെ കൃഷിയൊക്കെ നശിപ്പിക്കും. കൃഷി മാത്രമല്ല, വീട്ടിനകത്ത് കയറി സാധനം എടുത്തോണ്ട് പോകും. കൊച്ചു പിള്ളേരെ ആക്രമിക്കും. അങ്ങനത്തെ ഭയങ്കര വിഷയങ്ങളുണ്ട്. തെങ്ങിലെ കരിക്കടത്ത് കുടിക്കും. കാണാൻ അടിപൊളി. നോക്ക് റൈറ്റ് സൈഡ് നോക്ക്. അയ്യോ നല്ല രസം കേട്ടാ. അടിപൊളി കേട്ടാ. ഇത്രയും നല്ല സ്ഥലം നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നുള്ള കാര്യേ വെറുതെ ഒരു ചിന്തയിലിങ്ങ് പോന്നതാണേ. അടിപൊളി റോഡ് ചെയ്തിരിക്കണ നോക്ക്. നല്ല പൊക്കിയാണ് ചെയ്തിരിക്കണ കണ്ടാ. നല്ല റോഡ്. ഹൈ റേഞ്ച് കയറി പോകും പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടില് നല്ല വെയിലും ആ മലയുടെ മുകളിലൊക്കെ നല്ല രസം കേട്ടാ കാണാൻ. ഇത്രയും വെയിലുണ്ടെങ്കിൽ നല്ല ഹെവി കയറ്റം കേട്ടാ. വണ്ടി പാറത്തിയും കയറ്റാം. മലയുടെ സൈഡാണ്. പാറ പൊട്ടിച്ച് റോഡ് ഉണ്ടാക്കിയിരിക്കുകയാണ്. റോഡിന്റെ അലൈൻമെന്റിന് വേണ്ടിയിട്ടാണ് ചില സ്ഥലത്തൊക്കെ പൊക്കി എടുത്തിരിക്കുന്നത് തറയുന്നേ. ഇല്ലെങ്കിൽ അവിടെ ഭയങ്കര സ്റ്റീപ്പായി പോകും. ഓ വീതി കുറഞ്ഞ റോഡ് കേട്ടാ. ഭയങ്കര രസം. ഈ റോഡിന്റെ കുറെ കൂടെ വീതി ഉണ്ടെങ്കിൽ ഈ ഒരു ഫീല് കിട്ടൂല നമുക്ക്. ചില സ്ഥലത്ത് വീടുകളുണ്ട്, ചില സ്ഥലത്ത് വീടുകളില്ല. അങ്ങനെ നമ്മൾ 10 കാണി എത്തിയിട്ടുണ്ട്. 10 കാണി. ഈ സ്ഥലമാണ് 10 കാണി അല്ലേ? അതിന്റെയാണ് അവിടെ ഒരു ചെറിയൊരു ടൗൺഷിപ്പ് പോലെ കുറച്ച് വീടുകളൊക്കെ ഇവിടെ ഇങ്ങനെ ഉള്ളത് കേട്ടാ. അടുത്ത് സ്കൂളാണോ? കൊണ്ടിട്ട് സ്കൂൾ പോലെ ഇരിക്കുന്നു, പക്ഷെ തമിഴിലാണ് എഴുതിയിരിക്കുന്നത്. എല്ലാം മനസ്സിലായി. ഇത് പറയുമ്പോ തമിഴ്നാടാണ് കേട്ടാ. ഞാൻ കേരളം എത്തിയത് പോലെ ഇരിക്കുകയാണേ. തമിഴ്നാടാണ്. ശരി, തമിഴ്നാടാണ്. GSP സ്റ്റോർ. ബസിന്റെ ബോർഡ് വരെ കണ്ട. ഒറ്റ ബോർഡ് ഇംഗ്ലീഷിലാ ഏതെങ്കിലും ഉണ്ടോ നോക്ക്. ഫുൾ തമിഴ്. അടുത്ത പള്ളി അല്ലേ?
പള്ളികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ നമ്മളൊരു മല കയറിയില്ലേ, അത്രയും തിരിച്ചിറങ്ങണം. അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് 10 കാണി വഴി 6 കാണി എത്തി. ഈ സ്ഥലത്തിന്റെ പേരാണ് 6 കാണി. നേരത്തെ 10 കാണി കണ്ടില്ലേ, ഇത് 6 കാണി. ഇത് കേരള തമിഴ്നാട് ബോർഡർ ഗ്രാമങ്ങളാണ് കേട്ടോ ഇതൊക്കെ. നമ്മൾ പോണ കറക്റ്റ് വഴിയാണല്ലോ അല്ലേ? ആയിരിക്കും. റോഡ് മോശമാണ്. നമുക്ക് പോയി നോക്കാം. ഇവിടെ റോഡ് പണി നടക്കുന്നു. റോഡ് തീർന്നു. അല്ല, റോഡ് പണി നടക്കുന്നതാണ്. നമുക്ക് ഇങ്ങനെ പോവാം. വീണ്ടും സഫാരിയുടെ കാര്യം പറയേണ്ടി വരുന്നത്. എല്ലാ വീഡിയോയിലും നമ്മൾ സഫാരിയെ പൊക്കി പറയാറുണ്ട്. ഇതുപോലത്തെ റോഡ് കണ്ട ഇപ്പൊ പറഞ്ഞാണെങ്കിൽ എന്റെ ചങ്കിടിക്കും. അയ്യോ, എങ്ങനെ പോവും? സഫാരി ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മളിങ്ങനെ കുലുങ്ങിന്നല്ല, വണ്ടിയുടെ ആ ടയറിൽ ആ കുലുക്കം കിട്ടും, അത്രേ ഉള്ളൂ. നമ്മള് വലുതായിട്ട് നമ്മള് അങ്ങനെ കുലുക്കമൊന്നും അറിയിക്കൂല. ചെറിയൊരു ഇളക്കത്തിൽ നമ്മളങ്ങ് പോകും. പുറത്ത് നിന്ന് നോക്കുമ്പോൾ വണ്ടി ചിലപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ഈ ബലൂണിന്റെ പുറത്തിരിക്കുമ്പോൾ ഇങ്ങനെ ആടി അങ്ങ് പോകും. നല്ല മോശം റോഡ് കേട്ടാ. അതുവരെ ഉള്ളതാണ്. അവിടെ തൊട്ട് വീണ്ടും ഉള്ളതാണ്. അത് ടാറിങ്ങിന് വേണ്ടിയിട്ടേ അവര് കുത്തി ഇളക്കിയിട്ടിരിക്കുന്നതാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് അത്രയും കുഴപ്പമില്ല. ഇനി വേറൊരു ഹൈലൈറ്റ് എന്താണെന്നറിയാമോ? നമ്മൾ ഇങ്ങനെ ഈ സ്പീഡിൽ പോകണ്ടാണ് ഇത്രയും അറിയുന്നത്. കുറച്ചും കൂടെ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇത്രയും പ്രശ്നം അറിയൂല, ഫീൽ ചെയ്യൂല. കണ്ടാ ഇപ്പൊ പോണ നല്ല കയറ്റമാണല്ലോ. നല്ല കയറ്റമാണ്. വൈറ്റ് കളറിലിരിക്കുന്നു. ഇതെന്തോ ഷീറ്റ് വിരിച്ചിരിക്കുന്നു കേട്ടോ ഇവരിവിടെ. റോഡ് കണ്ടു, വൈറ്റ് റോഡ്. എന്തോ ഒരു ഷീറ്റ് വിരിച്ചിരിക്കുന്നതാണ്. അറിഞ്ഞൂടാ ഇതിനാണെന്ന് അറിഞ്ഞൂടാ. അതേ കിടക്കുന്ന ആ റോളായിരിക്കും. അതെ, ഈ കയറ്റം കയറ്റം ഇതൊക്കെ ഉള്ളോണ്ടേ, ഈ മലയോര മേഖല ആയോണ്ടേ ഇത് വരാതിരിക്കാൻ, ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി അതുകൊണ്ട് അങ്ങ് അറ്റം വരെ ഇത് തന്നെയാണ്. ഈ റോഡ് ഫുൾ വൈറ്റ് കളറാണല്ലോ. അങ്ങനെ കുറെ നേരമായിട്ട് നമ്മൾ വെള്ള റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കറക്റ്റ് റൂട്ടിൽ തന്നെയാണോ പോണത്? ഇത് ആദ്യമായിട്ടല്ലേ നമ്മൾ കാണുന്നത്? ഷീറ്റാണല്ലേ ഇത്? ഷീറ്റാണ്. കൊറേ ദൂരമായിട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പം റോഡ് പണി കഴിയുമ്പോ നല്ല റോഡാണ്. പക്ഷെ ഈ റോഡിലൊക്കെ ഇത്രയും നല്ല റോഡൊക്കെ ചെയ്തിട്ട് കൊടുത്താലും പാടാണ്. കാരണം സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഇറങ്ങി കയറ്റം കയറിയൊക്കെ പോകുന്ന കണ്ടില്ലേ? അപ്പം ആളുകൾ സ്പീഡ് കൂട്ടും. ഇതുപോലത്തെ റോഡിൽ അപകട സാധ്യത ഭയങ്കര കൂടുതലാണ്. ഗിയറിൽ ഇറങ്ങി പോവാന്നുള്ള കാര്യങ്ങളൊന്നും പലരും ശ്രദ്ധിക്കൂല. അങ്ങനെ ഇറങ്ങി അങ്ങ് പോകും. നമ്മൾ കണ്ട സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ എഞ്ചിൻ പിടുത്തം കൊടുത്ത് ബ്രേക്ക് ചവിട്ടാതെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചു നേരമായിട്ട്. അങ്ങനെ നമ്മള് കൂട്ടപ്പു എത്തി. അപ്പൊ റോഡ് കറക്റ്റ് തന്നെ കേട്ടാ. കേരളത്തിൽ അമ്പൂരി റൈറ്റ് അല്ലേ? അമ്പൂരി പോണ്ട റോഡ് ഏത്? ഈ റൈറ്റ്. ഈ നമ്മൾ സ്ട്രെയിറ്റ് പോയാല് എവിടെ എത്തും അറിയാമോ? സ്ട്രെയിറ്റ് പോയാൽ നമ്മൾ എവിടെ എത്തും പറ? സ്ട്രെയിറ്റ് പോയാൽ നമ്മളെ ഇവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്ററേ ഉള്ളൂ. കുടപ്പനമൂട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. നമ്മൾ നേരത്തെ കണ്ട സ്ഥലം. കുടപ്പനമൂട് നമ്മളെ ഇവിടെ നിന്ന് വായിച്ചല് കഴിഞ്ഞിട്ട് വെള്ളറട പോകുന്ന റൂട്ടിലാണ് കുടപ്പനമൂട്. ഇത് അമ്പൂരി പോകുന്ന റോഡ്. നല്ല റോഡായി കേട്ടാ. വീണ്ടും രക്ഷപ്പെട്ടു. ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മളിപ്പോ 2-3 കിലോമീറ്റർ ആ പണി നടക്കുന്ന ആ വെള്ള ഷീറ്റ് വിരിച്ച റോഡിൽ കൂടെ നമ്മൾ ട്രാവൽ ചെയ്ത്, ഇതേ സാധനം നമ്മൾ വേറെ ഒരു ചെറിയ വണ്ടിയും കൊണ്ടാണ് വരണമെങ്കിൽ നമുക്ക് ഇത്രയും സമയം കൊണ്ട് അത് കവർ ചെയ്യാനും പറ്റൂല. ഇത്ര ആയാസരഹിതമായിട്ട് അത് കവർ ചെയ്യാനും പറ്റൂല. ശരിയല്ലേ? ഇതൊക്കെയാണ് ഈ വണ്ടിയും കൊണ്ട് പോകുമ്പോഴുള്ള ഏറ്റവും വലിയ പ്ലസ്. നമ്മൾ ഇതുപോലത്തെ ഒരു 10 കിലോമീറ്റർ ഇതേപോലത്തെ മോശം റോഡ് കണ്ടാൽ തന്നെ നമ്മുടെ ആ ഒരു ട്രിപ്പിന്റെ മൂടങ്ങ് മാറും. ട്രിപ്പിന്റെ മൂഡ് മാറും. നമ്മൾ ടെൻഷൻ ആവുമെന്ന് പറഞ്ഞാൽ അടിയിടിക്കുവോ, സസ്പെൻഷൻ പോവുമോ, മനസ്സിലായില്ല. പിന്നെ ഓരോ കുഴി ഇങ്ങനെ നോക്കി ഇറക്കണം. ഇതാണെങ്കിൽ അങ്ങനെ ഒരു കുഴപ്പമില്ല. ഒരു 30 കിലോമീറ്റർ അല്ലെങ്കിൽ 40 കിലോമീറ്റർ സ്പീഡിൽ ഇതിങ്ങനെ അങ്ങനെ അങ്ങ് പൊയ്ക്കോളും. അമ്പൂരി കഴിഞ്ഞല്ലേ നമ്മള്? അമ്പൂരി കഴിഞ്ഞു.
അടുത്ത ഏത് സ്ഥലം? അമ്പൂര് കഴിഞ്ഞ് എന്തോന്ന് കണ്ടംതിട്ട. കണ്ടംതിട്ട. അത് കൊള്ളാം. ഇതൊക്കെ നല്ല റോഡ് കേട്ടോ. നമുക്ക് സ്ട്രെയിറ്റ് ആണ്. അതെ, കണ്ടംതിട്ട റോഡ് നല്ലതാ. നല്ല റോഡ്, അടിപൊളി റോഡ്. ഇച്ചിരി ഒന്ന് നോക്കി ഓടിക്കണമെന്നേ ഉള്ളൂ. അതെ, അടിപൊളി, സൂപ്പർ. വണ്ടി പറന്നു പോകും കേട്ടാ. വളവുണ്ട്, വളവും തിരിവും കയറ്റവും ഇറക്കവും ഒക്കെ ഒന്ന് നോക്കി പോണമെന്നേ ഉള്ളൂ. അടിപൊളി റോഡ്. പക്ഷെ നേരത്തെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് മാറി, ഭീകരാണ് കേട്ടാ. ഇത് നമ്മളെ ഈ റൂട്ട് ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്. ഇത് നമ്മളെ സാധാരണ ഒരു എന്താ പറയുക, ഒരു ഹൈ റേഞ്ച് പോലത്തെ സ്ഥലം. പക്ഷെ മറ്റേ സ്ഥലം ഉണ്ടല്ലോ, എന്തോന്ന് ആലഞ്ചോല അല്ലേ, ആലഞ്ചോല, നാടുകാണി അല്ല, നാടുകാണി, 10 കാണി, 6 കാണി, ആ റൂട്ട് അതൊരു ഒന്നൊന്നര റൂട്ടാണ്. ഇടില റൂട്ട്, പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ നമ്മൾ എവിടെ എത്തി? അറിഞ്ഞൂടാ. നെയ്യാർ ഡാമിന്റെ ഇനിയിപ്പോ നമ്മൾ നെയ്യാർ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയിൽ എത്തും കേട്ടോ. ഇത് അത് തന്നെ നെയ്യാർ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയാണ് കണ്ടാ. നമ്മളങ്ങനെ ചിറ്റാർ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയിൽ നിന്ന് നെയ്യാർ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയിൽ എത്തി. ഇവിടെ അവിടത്തെ അത്ര സേഫ് അല്ല, ചിലപ്പം ചീങ്കണ്ണി മുതലേ കാണും. ഇവിടെ ഇറങ്ങുന്നത് സേഫ് അല്ല. അതെ, അത് കണ്ടിട്ടുണ്ടോ? മുതലയോ ചീങ്കണ്ണിയോ കണ്ടിട്ടുണ്ടോ? ആര് കണ്ടിട്ടുണ്ടോ? അല്ല, ഇവിടെ ഉള്ള ആൾക്കാർ എത്രയോ പേര് കൈയും കാലും ഒക്കെ ഇന്നാളെ കൊണ്ടുപോയി. ഒരു 10 വർഷത്തിൽ കൂടുതലായി. പക്ഷെ സാധനമുണ്ട് ഇതിനകത്ത്. കാട്ടിൽ നിന്ന് തടി വെട്ടി ഈ റിസർവോയർ വഴി ഒഴുക്കി കൊണ്ടുവരും. അപ്പൊ അത് തടയാൻ വേണ്ടിയിട്ട് ഇവര് ചെയ്ത പരിപാടിയാണ് ചീങ്കണ്ണി ഇറക്കി വിട്ടു. ചീങ്കണ്ണി ഇറക്കി, കുറെ കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ട്. അത് കിടന്ന് പെറ്റി പെരുവി ഇപ്പോഴും ഉണ്ട്. അവസാനം നിറയെ ചീങ്കണ്ണിയും. സ്ഥലത്തിന്റെ പേര് പന്തയാണല്ലേ ഇത്? ഓക്കെ. ആളുകളൊക്കെ ഇപ്പോഴും ഈ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കണ കേട്ടാ. ഇവർക്ക് അറിയായിരിക്കും അല്ലേ. ഇവിടെ ഇവരെ വീടുകളൊക്കെ കണ്ടാ. വീടിന്ന് ഒരു കാലെടുത്ത് വെച്ച വെള്ളത്തില്. അതെ, അവര് വാതിൽ തുറക്കുന്നത് അപ്പുറത്ത് വെള്ളമാണ്. ഇവരെങ്ങനെ ധൈര്യമായിട്ട് കിടന്നുറങ്ങണല്ലേ. അതെ, കാണുമ്പോഴേ പേടിയാണ്. രാത്രിയൊക്കെ ഇവിടെ ചീങ്കണ്ണി കയറിയിരിക്കുമായിരിക്കും അല്ലേ? അങ്ങനെയൊന്നും കാണില്ല. അങ്ങനെയല്ല, ഇവിടെ സംഭവം ഉണ്ട്. പക്ഷെ ഇവിടെ ഇത്രയും ആൾ താമസമുള്ള സ്ഥലം ആയതുകൊണ്ട് അങ്ങനെ കേറാറില്ല. പണ്ട് ടി വിയിലൊക്കെ വന്നല്ലോ, എനിക്ക് തോന്നുന്നു ഒരു 15 വർഷം വരുമെന്ന് തോന്നുന്നു. പിന്നെ കുളിക്കാൻ ഇറങ്ങിയ ആരെ കടിച്ചോണ്ട് പോയി. ഇവിടെ ആളുകൾ ഒത്തിരി പേര് കുളിക്കുന്നുണ്ട്. നമ്മൾ എത്തി കേട്ടാ നെയ്യാർ ഡാം. നല്ല വ്യൂ, അടിപൊളി വ്യൂ. നമുക്ക് ഇതിന്റെ മുകളിൽ കയറാം. ഇവിടെ മുകളില് ഇത് KTDC ബിൽഡിംഗ് ആണ്. ഇവിടെ ചായ കിട്ടുമോ നോക്കാം. മുകളിലൊരു ചെറിയ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു പണ്ട്. നല്ല രസമല്ലേ ഇത്? ഇങ്ങനെ കറങ്ങി മുകളിൽ പോയിട്ട് KTDC റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു നേരത്തെ. ഇതിന്റെ താഴെ അതാണ്ട് ടാമറിൻഡ് ഉണ്ടാ. ഇപ്പൊ ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞൂടാ, എന്തായാലും നോക്കാം നമുക്ക്. അപ്പൊ ഇതാണ് ഇവരുടെ റെസ്റ്റോറന്റ്. അപ്പോ ഓപ്പൺ അല്ല എന്നാണ്, റെസ്റ്റോറന്റ് ഓപ്പൺ അല്ല എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ ഒരു ആതിരിപ്പുണ്ട്, യൂണിഫോം ഇട്ടിട്ടുണ്ട്. നമ്മളെ സംവിധാനങ്ങളുടെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ്. പിന്നെ അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട, നമ്മളായിട്ട് നിർബന്ധിച്ചിപ്പോ ഇടിക്കണ്ടല്ലോ. കണ്ട, ഓപ്പൺ ആണ്, തുറന്നിട്ടിരിക്കുന്നു, എല്ലാം റെഡിയാണ്. പറഞ്ഞ് റെസ്റ്റോറന്റ് ഓപ്പൺ അല്ല. ശരി, ഓക്കെ. അങ്ങനെ നമ്മൾ ഇന്ന് ഇവിടെ നെയ്യാർ ഡാമിൽ ഇറങ്ങുന്നില്ല. കാരണം നമുക്ക് നടക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ. കാലിന് പ്രശ്നമുള്ളതുകൊണ്ട് നടക്കാൻ പറ്റില്ല. ചെറിയ രീതിയിൽ നടക്കാവൂ, ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത് ചായ കിട്ടുന്ന സ്ഥലത്തോട്ട് പോവാം. ഈ റൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നെയ്യാർ ഡാമിന്റെ മോളിൽ നിന്ന് ഫ്രണ്ടിലോട്ട് എത്തുന്ന റോഡാണ്. എന്തോന്ന് JCB പറഞ്ഞതാ? പിന്നെ ഡാമില് വെള്ളം പെട്ടിട്ടുണ്ട് കേട്ടോ. അമ്മ കണ്ട, നെയ്യാർ ഡാമില് വെള്ളം പെട്ടിട്ടുണ്ട്. ഫുൾ എല്ലാ ഷട്ടറും തുറന്നിട്ടിരിക്കുന്നു.
അടിപൊളി കേട്ടാ. നമുക്ക് കുറെ കാലമല്ലേ ഇവിടെ ഷട്ടർ ഇവിടെ തുറന്നിട്ടിട്ട് നമ്മൾ വന്നിട്ടില്ല. കുറെ കാലമായി ഞാൻ വന്നിട്ട് വന്നിട്ടേ ഇല്ലേ? വന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടാ? അന്ന് അവിടെയൊക്കെ പോയി നിന്ന്. അന്ന് ഈ ഇത് തുറന്നിട്ടില്ല. ഇതല്ലായിരുന്നാ? ഓ ഇതല്ല, മറ്റേ സ്പിൽവേ ആണ് തുറന്നിരുന്നത് അല്ലേ? കറക്റ്റ്. അതെ. സൂപ്പർ. ഹായ്, സൂപ്പർ. അമ്മ കണ്ടിട്ടുണ്ടോ ഇത്? കൊള്ളാം. അടിപൊളി കേട്ടോ, അടിപൊളി. നല്ല വ്യൂ. എല്ലായിടത്തും നമുക്ക് നല്ല വ്യൂ കിട്ടുന്നുണ്ടല്ലേ? അപ്പൊ അങ്ങനെ നമ്മള് നിരാശരായി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുവാണ്. നെയ്യാർ ഡാമിൽ പോയി ഒരു ചായ കുടിക്കണമെന്ന് വലിയ ആഗ്രഹത്തിലാണ് അല്ലേ നമ്മള് നെയ്യാർ ഡാം വരെ വന്നത്. അപ്പൊ മുകളിൽ പോയി KTDC അവിടെ ആണെങ്കിൽ കൂടുതൽ നടക്കണ്ട, ജസ്റ്റ് ഒരു 10 സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിരിക്കാം. അവിടെ നിന്ന് ചായ കുടിച്ച് ആ വെള്ളമൊക്കെ കണ്ട് നല്ല 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 വ്യൂ ആണ് കേട്ടോ അവിടെ നിന്ന്. അങ്ങനെ അവിടെ ഇരിക്കാന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് നമ്മള് ഇന്ന് കുറ്റിയും പറിച്ച് വന്നത്. പക്ഷേ നമുക്കൊരു ഗ്ലാസ് ചായ പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും അവർ തന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ അതെ, തുറന്നിട്ടില്ല. അങ്ങനെ നിരാശരായി നമ്മൾ തിരിച്ചു പോകുന്നു. പക്ഷെ ഇതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി നമ്മൾ അടുത്ത് എവിടെയെങ്കിലും കയറി അതിനേക്കാൾ നല്ല ചായ നമ്മൾ കുടിക്കും. നമ്മളടുത്താണ് കളി അല്ലേ? അല്ലേ അമ്മു? ആഹാ, ഒന്നും ഇല്ല വാവേ. നമുക്ക് ചായ കുടിക്കണ്ടേ? ചായ കുടിക്കണ്ടേ? അപ്പൊ നമുക്ക് സെറ്റ് ചായ കിട്ടുന്ന സ്ഥലത്ത് ചായ കുടിക്കണം. അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും എവിടെ എത്തി? ചൂണ്ടുപലക. കാട്ടാക്കടയ്ക്ക് തൊട്ടടുത്ത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ട? ചൂണ്ടുപലക. ചൂണ്ടുപലക എത്തി. ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ കാട്ടാക്കട. അങ്ങനെ നമ്മള് എവിടെ ചായ കുടിക്കാം? വിസ്മയം ചായ കുടിക്കാം അല്ലേ? വിസ്മയം കഴിഞ്ഞാ അപ്പുറത്തൂടെ ഇറങ്ങാം. അങ്ങനെ നമ്മൾ കാട്ടാക്കട എത്തി, ചായ കുടിച്ചു, പുറത്തിറങ്ങി. നെയ്യാർ ഡാമിൽ നിന്ന് പോയി ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയിൽ അതിന്റെ ആ ഒരു മനോഹാരിതയിൽ ചായ കുടിക്കണമെന്ന് വിചാരിച്ച ഒരു ആഗ്രഹം നടന്നില്ല. നമുക്ക് അടുത്തൊരു ദിവസം പോയി അവിടെ നിന്ന് ചായ കുടിക്കാം. അപ്പൊ എന്തായാലും അതിനേക്കാളും നല്ല അടിപൊളി ചായ നമ്മൾ കുടിച്ചു അല്ലേ? അപ്പം ഇനിയിപ്പം നമ്മൾ വേറെ ഒന്നുമില്ല. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതോടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് നമ്മുടെ ആ ഒരു റൂട്ടായിരുന്നു. റൂട്ട് തന്നെയാണ് ഇതിന്റെ ഈ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഹൈലൈറ്റ്. അതിഭീകരമായ റൂട്ടായിരുന്നു. ട്രിവാൻഡ്രത്തുള്ള ആളുകൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ, വേറെ ഒന്നുമില്ല, ഫ്യൂൽ എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ അതിനകത്ത്. വേറെ നമുക്ക് ടിക്കറ്റ് ചാർജ് അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ചുമ്മാ ഒരു ഡ്രൈവ്. പലർക്കും ഇഷ്ടമില്ല കേട്ടോ ചുമ്മാ ഡ്രൈവ് ചെയ്യാൻ. ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ ഡ്രൈവ് പോകാൻ താല്പര്യമുള്ളവർ പോയി കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്ന റൂട്ട് തന്നെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഈ നെട്ടയിൽ നിന്ന് കളിയൽ പോയി, കളിയലിൽ നിന്ന് ആലഞ്ചോലയിൽ നിന്ന് ഈ 10 കാണി, കുട്ടപ്പു, അമ്പൂരി ആ റൂട്ട്, അതുവഴി നെയ്യാർ ഡാമിലെത്തുന്ന റൂട്ട്. അപ്പം മനോഹരമായ റൂട്ടാണ്. അപ്പോൾ ഇതുപോലത്തെ യാത്രകൾ സ്നേഹിക്കുന്നവർ പോവുക, മനസ്സ് റിഫ്രഷ് ആവും. അത് ഞങ്ങളുടെ ഒരു ഗ്യാരണ്ടിയാണ്, മനസ്സ് റിഫ്രഷിങ് ആവുന്നുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹത്തിൻ്റെ നന്ദി. ബൈ.